പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അവർ സ്മാർട്ട് ക്രിയേഷൻസിൽ പരിശോധന നടത്തുകയാണ്. അന്വേഷണത്തിന്റെ ഭാഗമായുള്ള പരിശോധന വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. ഷഫീദ് റാവുത്തറാണ് വാർത്ത നൽകിയത്. വിശദാംശങ്ങളുമായുണ്ട് ഷഫീദ്. ഇപ്പോൾ SIT സംഘം ചെന്നൈയിലെത്തി. അവരുടെ പരിശോധന എങ്ങനെയാണ്? വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ SIയുടെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അനുജ, ഉറപ്പായിട്ടും അതായത് ശബരിമല സ്വർണ്ണപ്പാളി വിവാദവും സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന്റെ പ്രത്യേക സംഘത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്ക് അവർ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് FIR രജിസ്റ്റർ ചെയ്ത് ഇന്നലെ രാത്രിയോടുകൂടിയാണെങ്കിൽ ഇന്ന് പുലർച്ചെ SIT സംഘം ചെന്നൈയിലെത്തിയിരിക്കുന്നു. സ്മാർട്ട് ക്രിയേഷൻസ്, അതായത് സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളിയും കട്ടിടപ്പാളിയും എവിടെ എത്തിച്ചാണോ ഒരുക്കിയത് അവിടേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു. സ്മാർട്ട് ക്രിയേഷൻസിൽ മണിക്കൂറുകൾ നീണ്ട പരിശോധന അതുണ്ടാകും എന്നുള്ള സൂചനകൾ അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയുടെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങളായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം ആദ്യഘട്ടത്തിൽ പറഞ്ഞത് തങ്ങളുടെ അടുത്തേക്ക് ഇക്കാര്യത്തിൽ സ്വർണ്ണപ്പാളികൾ എത്തിച്ചിട്ടില്ല, ചെമ്പുപാളികളാണ് എത്തിച്ചത്. അതിനുശേഷം അദ്ദേഹം വിശദമായി ദേവസ്വം വിജിലൻസ് നൽകിയ മൊഴിയിലടക്കം വൈരുദ്ധ്യം കണ്ടെത്തുകയും പിന്നാലെ ദേവസ്വം വിജിലൻസ് ഉറപ്പിച്ചൊരു കാര്യം, ഈ ദിവസങ്ങൾക്ക് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്നുള്ള സ്വർണ്ണപ്പാളി അത് എത്തിച്ചത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലാണ്, അവിടെ വെച്ച് ഉരുക്കലടക്കമുള്ള കാര്യങ്ങൾ നടത്തി എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഏതായാലും അങ്ങനെ, അതായത് ശബരിമലയിലെ സ്വർണ്ണപ്പാളി ഉരുക്കിയത് എവിടെയോ അവിടെ നിർണായകമായ ഒരു പരിശോധനയിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം കടന്നിരിക്കുന്നു. ഈ പരിശോധന മണിക്കൂറുകൾ നീളും. ആവശ്യമെങ്കിൽ അവരുടെ രേഖകളടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. എത്ര കിലോഗ്രാം സ്വർണം ഉരുക്കി, അതിൽ എത്ര സർവീസ് ചാർജായി സ്മാർട്ട് ക്രിയേഷൻസ് എടുത്തു, അതിനപ്പുറത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്ര രീതിയിൽ അത് കൈപ്പറ്റി. മാത്രമല്ല ഈ കട്ടിടപ്പാളിയുമായി ബന്ധപ്പെട്ടും ചില സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളടക്കമുള്ള കാര്യങ്ങൾ പരിഹരിക്കുക, അതാണ് അന്വേഷണ സംഘത്തിന്റെ ആദ്യ നീക്കം. സ്മാർട്ട് ക്രിയേഷൻസിന്റെ രേഖകൾ ആവശ്യമെങ്കിൽ പിടിച്ചെടുത്തുള്ള പരിശോധന ഉണ്ടാകും. പങ്കജ് ഭണ്ഡാരി അടക്കമുള്ള ആളുകളെ ആവശ്യമെങ്കിൽ ചോദ്യം ചെയ്യാനും നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. അതാണിപ്പോൾ ഇതിൽ ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ കാര്യം കൂടി ദുരൂഹമാണ്, അവരുടെ ഇടപാടുകൾ ദുരൂഹമാണ് എന്നത് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുണ്ടല്ലോ ഷഫീദ്. അവർ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം, പല കാര്യങ്ങളിലും വൈരുദ്ധ്യമുണ്ട്. പങ്കജ് ഭണ്ഡാരിയെ ചോദ്യം ചെയ്തതിലൊക്കെ വൈരുദ്ധ്യമുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. മറ്റൊന്നതിൽ പണിക്കൂലിയായി ഒക്കെ തങ്ങൾ കൈപ്പറ്റിയിട്ടുള്ള സ്വർണത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിലെല്ലാം ദുരൂഹതയുണ്ട് എന്നുള്ളതല്ലേ. അപ്പോൾ വിശദമായി തന്നെ ഒരു അന്വേഷണത്തിലേക്ക് പോകേണ്ടി വരും. ആദ്യഘട്ടത്തിൽ രേഖകൾ പിടിച്ചെടുത്തിട്ടുള്ള പരിശോധനയാണ് പ്രത്യേക അന്വേഷണ സംഘം ലക്ഷ്യം വെക്കുന്നത്. അതിനുശേഷമായിരിക്കും പങ്കജ് ഭണ്ഡാരിയെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും നിർണായക വിവരം അനുസരിച്ച് കൂടുതൽ ഉദ്യോഗസ്ഥർ ചെന്നൈയിലേക്ക് പോയി പരിശോധന നടത്താൻ ചില സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ ഈ പല സംഘങ്ങളെ തിരിഞ്ഞാണ് SITയുടെ പരിശോധന നടത്തുന്നത്. ഒരു വിവരം കൂടി ഇപ്പോൾ ലഭിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ അന്വേഷണ സംഘം ചില നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. അതിൽ ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം, സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO പങ്കജ് ഭണ്ഡാരി മൊഴി അനുസരിച്ച് സ്വർണ്ണപ്പാളി ഉരുക്കി എന്നുള്ളതാണ്. 1 കിലോ സ്വർണം ആണ് ലഭിച്ചത്. 420 ഗ്രാം അത് പോറ്റിക്ക് കൊടുത്തു, 320 ഗ്രാം പണിക്കൂലിയായി എടുത്തു, ബാക്കി പുതിയ ചെമ്പുപാളിയിൽ പൂശി എന്നും മൊഴിയുണ്ട്. പക്ഷേ ഈ മൊഴി ഏതെങ്കിലും തരത്തിൽ വിശ്വാസത്തിൽ അന്വേഷണ സംഘം എടുത്തിട്ടില്ല എന്ന് മാത്രവുമല്ല, ഈ മൊഴി കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയ ദേവസ്വം വിജിലൻസിന് ചില നിർണായകമായിട്ടുള്ള ചില ഞെട്ടിക്കുന്ന വിവരങ്ങൾ കിട്ടി. അതിന്റെ വിവരങ്ങളടക്കം വരും മണിക്കൂറുകൾ 24 പുറത്തുവിടും. അനുജ, അതാണ് വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ 24 പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടാം FIR-ൽ, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട രണ്ടാം FIR-ലാണ് 2019 ദേവസ്വം ബോർഡ് അംഗങ്ങളും പ്രതികളാകുന്നത്. അതിൽ ഭരണസമിതിയുണ്ട്, ബോർഡ് അംഗങ്ങളുണ്ട്. A. പത്മകുമാർ, K. രാഘവൻ, KP ശങ്കരദാസ് എന്നിവരെ പ്രതി ചേർത്തിട്ടുണ്ട്. കൂടാതെ തിരുവാഭരണം കമ്മീഷണർ, ദേവസ്വം കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നുള്ളവരൊക്കെ പ്രതികളാണ്. കട്ടിളക്കടത്ത് കേസിൽ ബോർഡ് അംഗങ്ങളെ പ്രതി ചേർത്തിരിക്കുന്നുവെന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത. ഒപ്പം തന്നെ സ്പോൺസർമാർ കൂടുതൽ പേരുണ്ടോ എന്നുള്ളത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നു. കർണാടക സ്വദേശി ഗോവർദ്ധനിൽ നിന്നും SIT വിവരങ്ങൾ തേടും. ഏറ്റവും പുതിയ വിവരം, സ്മാർട്ട് ക്രിയേഷൻസിൽ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തുന്നു എന്നുള്ളതാണ്. CEOയുടെ മൊഴി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു. അതിലൊക്കെ വൈരുദ്ധ്യങ്ങളുണ്ട്, ഒട്ടേറെ കണ്ടെത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ സ്മാർട്ട് ക്രിയേഷൻസിന്റെ പങ്ക് ദുരൂഹമാണ്, അവിടെയും പരിശോധന നടത്തുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത. ഒപ്പം ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഈ സ്വർണ്ണപ്പാളി തിരിച്ചെത്തിച്ചത് പരിശോധിക്കും എന്നുള്ളത് കൂടി അതിന് വിധേയമാക്കുമെന്ന വിവരം കൂടി വരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.